US താവളങ്ങൾക്ക് നേരെയുള്ള ഇറാന്റെ ആക്രമണം ഗൾഫ് മേഖലയെ സംഘർഷഭരിതമാക്കുന്നു. 13 രാജ്യങ്ങളിലേക്ക് ആക്രമണം പടർന്നു. ഖത്തർ LNG ഉൽപാദനം താൽക്കാലികമായി നിർത്തി. സൗദിയിൽ രാസ് തനൂറയിലെ അരാംകോ എണ്ണ ശുദ്ധീകരണശാല ആക്രമണത്തെ തുടർന്ന് അടച്ചു. അൽ ഖർജിലെ പ്രിൻസ് സുൽത്താൻ എയർബേസിന് നേരെയും ഡ്രോൺ ആക്രമണം ഉണ്ടായി. മുഹമ്മദ് റഹീസ് ദുബായിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. റഹീസ്, ഈ ഗൾഫ് മേഖലയെ ഇറാന്റെ പ്രത്യാക്രമണം എവിടെയൊക്കെയാണ് ബാധിച്ചിട്ടുള്ളത്? അത് എത്ര ആഴത്തിലുള്ള ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്? എങ്ങനെയാണ് ഈ ഗൾഫ് മേഖലയിലെ രാഷ്ട്രങ്ങൾ ഈ സംഭവവികാസങ്ങളെ കാണുന്നത്? ഏത് തരത്തിലായിരിക്കും ഇടപെടൽ? നിലവിൽ ഏറ്റവും പ്രധാനമായിട്ട് പുറത്തു വരുന്നത് ഈ LNG ഉൽപാദനം ഖത്തർ നിർത്തിയിരിക്കുന്നു എന്നുള്ള ഒരു വിവരമാണ്. അതായത് അത്തരത്തിൽ ഖത്തർ LNG ഉപയോഗം നിർത്തുമ്പോൾ ഇന്ത്യ ഖത്തറിനെയാണ് LNG ഉപയോഗത്തിനായി ആശ്രയിക്കുന്നത്. LNGക്കായി ഇന്ത്യ ആശ്രയിക്കുന്നത് ഖത്തറിനെയാണ്. അപ്പോൾ ഈ വ്യാവസായിക നഗരങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണം ഇറാൻ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഈ കുവൈറ്റ് ആയിക്കോട്ടെ, ഖത്തർ ആയിക്കോട്ടെ, ബഹ്റൈൻ ആയിക്കോട്ടെ, ഈ മേഖലകളിലൊക്കെയും ഇത്തരത്തിലുള്ള വ്യാവസായിക നഗരങ്ങളിൽ, വ്യാവസായിക പ്രാധാന്യമുള്ള ഇടങ്ങളിലൊക്കെയും ഒന്നുകിൽ ആക്രമിക്കുക, അല്ലെങ്കിൽ ആ ആക്രമണത്തിന്റെ ഒരു അലയൊലികൾ വന്നു ചേരുന്നത്, അതിന്റെ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത് അതൊക്കെയും ഈ വ്യാവസായിക നഗരങ്ങളിലാണ്. അത് കൂടുതലായി ഗൾഫ് മേഖലയെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നുണ്ട്. ഈ ഗൾഫ് മേഖലയെ പ്രതിരോധത്തിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെ ആശ്രയിച്ചുള്ള മറ്റു രാജ്യങ്ങളെ കൂടി അത് ബാധിക്കുന്നുണ്ട്. അങ്ങനെ ഡയറക്റ്റായും ഇൻഡയറക്റ്റായും ഈ യുദ്ധത്തിനെ ബാധിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഇറാൻ ഈ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുമ്പോൾ അത് ഗൾഫ് രാജ്യങ്ങൾക്ക് മാത്രമല്ല, പക്ഷേ അതിനെ ആശ്രയിക്കുന്ന മറ്റ് രാജ്യങ്ങൾക്കൊക്കെയും വലിയൊരു തിരിച്ചടിയും ആശങ്കയും ഒക്കെ ഉണ്ടാകുന്ന തരത്തിലേക്ക് കടക്കുന്നു. അത് തന്നെയാകണം ഇറാന്റെ പ്ലാനും എന്നാണ് മനസ്സിലാകുന്നത്. ആദ്യ ദിവസം മുതലേ ഉണ്ടായ ഒരു ആക്രമണത്തിന് ഒരു സമ്മർദ്ദ തന്ത്രം ഉണ്ടായിരുന്നു. ആ തന്ത്രം കുറച്ചുകൂടി ഫലപ്രദമായി അവർ ഈ ഘട്ടത്തിൽ ഉപയോഗിക്കുന്നു എന്നുകൂടി മനസ്സിലാക്കേണ്ടി വരും. അങ്ങനെ ആ നിലയ്ക്കാണ് ഇപ്പോൾ ഖത്തറിലെയും കുവൈറ്റിലെയും ബഹ്റൈനിലെയും ഒക്കെ ആക്രമണങ്ങളുടെ വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്തായാലും നിലവിൽ ഇതൊക്കെ പ്രതിരോധിക്കാനായിട്ടുണ്ട് എന്ന് ഓരോ രാഷ്ട്രങ്ങളും അവകാശപ്പെടുന്നുണ്ട്. അതും സ്വാഭാവികമായിട്ടും പറയേണ്ടതുണ്ട്. ഇതിലെ ഒരു പ്രധാനപ്പെട്ട വിവരം പുറത്തു വരുന്നത്, നേരത്തെ നമ്മൾ ഇന്ത്യയിലേക്ക് ഒരു ചാർട്ടർ വിമാനം പുറപ്പെട്ടിട്ടുണ്ട്, ആളുകളെ കിടക്കുന്ന ആളുകളെ എത്തിക്കാനായി വിമാനം പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം നൽകിയിരുന്നു. അത് മുംബൈയിലേക്കാണ് വിമാനം എത്തുന്നത് എന്ന് അറിയിച്ചിരുന്നു. അതിപ്പോൾ എത്തിഹാദും ഏതാണ്ട് സ്ഥിരീകരിക്കുകയാണ്. എത്തിഹാദിന്റെ ഏറ്റവും പുതിയൊരു അറിയിപ്പ് അനുസരിച്ച് ചില ഫ്ലൈറ്റ് സർവീസുകൾ അബുദാബിയിൽ നിന്നും അത് ആരംഭിച്ചു. അതായത് കൊമേഴ്ഷ്യൽ സർവീസുകളൊക്കെയും ഇപ്പോഴും ക്യാൻസൽഡ് ആണ് എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് പറയുന്നു. ചില സർവീസ്, അതായത് ഏതെങ്കിലും നിലയ്ക്ക് കുടുങ്ങിക്കിടക്കുന്നവരെ അവിടെ എത്തിക്കാനായിട്ടുള്ള 1-2 സർവീസുകൾ അബുദാബിയിൽ നിന്നും ആരംഭിച്ചു. അത് എത്തിഹാദിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് നടന്നിട്ടുള്ളത്. ചില കാർഗോ വിമാനങ്ങളുടെ സർവീസും ഒരു പക്ഷേ സേഫ്റ്റി അപ്രൂവൽ ലഭിച്ചു കഴിഞ്ഞാൽ അതുകൂടി നടന്നേക്കും എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ പൂർണ്ണമായും സുരക്ഷിതമായതിനു ശേഷം മാത്രമേ കൊമേഴ്ഷ്യൽ സർവീസുകൾ ആരംഭിക്കുകയുള്ളൂ. പക്ഷേ കുടുങ്ങിക്കിടന്ന ആളുകളെ, ഇന്ത്യക്കാരെ ഉൾപ്പെടെ തിരികെ എത്തിക്കാനായിട്ട് ചില സർവീസുകൾ ഉണ്ടായിട്ടുണ്ട്. അത് മുംബൈയിലേക്കാണ് ആ വിമാനം പോയതെന്നാണ് അനൌദ്യോഗികമായി അറിയാൻ കഴിയുന്നത്. പക്ഷേ വിമാന സർവീസുകൾ ചിലത് നടന്നിട്ടുണ്ട് എന്ന് ഇത്തിഹാദിന്റെ ഈ ഒരു അറിയിപ്പോടുകൂടി എന്തായാലും അത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നിലയിലേക്ക് കൂടി കാര്യങ്ങൾ, ചില ആശ്വാസത്തിന്റെ വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും ആ നിലയ്ക്ക് തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ ആക്രമണം നടത്തുന്നു. നേരത്തെ ഈ അബുദാബിയിലെ വിമാനത്താവളത്തിന് അടുത്തും 2 ദിവസം മുൻപ് അപകടമുണ്ടായിരുന്നു. ഈ ദുബായിലെ വിമാനത്താവളത്തിൽ അപകടമുണ്ടായിരുന്നു. അപ്പോൾ ആ നിലയ്ക്ക് കാര്യങ്ങൾ പോകുമ്പോൾ മറ്റ് രാജ്യങ്ങൾ കൂടി ഇടപെട്ടുകൊണ്ട് തങ്ങൾക്ക് ആശ്വാസമേകുന്ന, തങ്ങൾക്ക് കരുത്തേകുന്ന, പിന്തുണയേകുന്ന ഒരു നിലപാടും നയങ്ങളും ഒക്കെ രൂപീകരിക്കും എന്ന ഒരു വിശ്വാസത്തിന് പുറത്താണ് ഇറാൻ ഈ ഒരു കൈവിട്ട കളിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. പക്ഷെ അത് എത്ര കണ്ട് സൗദി പോലെയുള്ള രാജ്യങ്ങൾ അതിനെ അംഗീകരിക്കും എന്ന് കണ്ടറിയേണ്ടത് തന്നെയുണ്ട്. UAE ഇപ്പോഴും മൗനം പാലിക്കുകയാണ്. അധികമായി ഈ വിഷയത്തിൽ ഒരു പ്രതികരണം UAEയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഈ രാജ്യത്തുള്ള എല്ലാവരുടെയും സുരക്ഷയിൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ UAEയിൽ കൃത്യമായി നടന്നു വരുന്നു എന്നുള്ളത് ഉറപ്പാണ്. അതിനപ്പുറത്തേക്ക് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള നിലപാടുകളിലേക്കും നയങ്ങളിലേക്കും ഒക്കെ വലിയ തോതിൽ കടന്നുകൊണ്ടുള്ള പ്രതികരണമൊന്നും ഗൾഫ് രാജ്യങ്ങൾ നടത്തിയിട്ടില്ല. അത് നമ്മൾ പ്രതീക്ഷിച്ചതുമാണ്. സ്വാഭാവികമായിട്ടും പ്രതികരണങ്ങൾ ഉണ്ടാകാനുള്ള ഒരു ടൈം, അത് വളരെ വൈകി മാത്രമേ പ്രതികരണം ഉണ്ടാവുകയുള്ളൂ.
ഉള്ളൂ. അപ്പോൾ ആ നിലയ്ക്ക് സംയുക്ത പ്രസ്താവനയൊക്കെയും വന്നു കഴിഞ്ഞു ഗൾഫ് രാജ്യങ്ങളിൽ. അതിൽ ഒമാൻ മാറി നിന്നുകൊണ്ടുള്ള സംയുക്ത പ്രസ്താവന, അമേരിക്കയുമായി ചേർന്നുകൊണ്ട് ഇറാന്റെ ആക്രമണത്തെ അപലപിച്ചുകൊണ്ടുള്ള സംയുക്ത പ്രസ്താവനയൊക്കെയും വന്നു. പക്ഷേ അതിലും വലിയ തോതിലുള്ള ഒരു അമർഷം രേഖപ്പെടുത്തുക അല്ലെങ്കിൽ അത് തീവ്രമായ ഒരു ഭീഷണിയുടെ സ്വരമൊന്നും കലർന്നിട്ടുള്ള ഒരു പ്രസ്താവനയൊന്നും അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല. ഒമാൻ അതിൽ നിന്ന് മാറി നിൽക്കുന്നതും ശ്രദ്ധേയമായിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഈ ആക്രമണം അത് ഉച്ചയ്ക്ക് ശേഷം വലിയ തോതിൽ ഗൾഫ് മേഖലയിൽ ആക്രമണം ഉണ്ടായത് ഒമാനിലും സൗദിയിലും ഒരു പരിധിവരെ ബഹ്റൈനിലുമാണ്. GK. ശരി, മുഹമ്മദ് റഹീസാണ് സമഗ്രമായ വിവരം നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.